പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ദൈവാധിദൈവവും കർത്താവും വിശ്വാസപൂർവ്വം തന്നെ വിളിക്കുന്നവർക്ക് മറുപടി അരുളുന്നവനുമായി നാഥാബലഹീനരും പാപികളുമായ നിന്റെ അയോഗ്യരെങ്കിലും അങ്ങയുടെ സന്നിധിയിൽ കഴിക്കുന്ന അപേക്ഷകളെ സ്വീകരിക്കണം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നാഥാ, ഈ പ്രഭാത സമയത്ത് നിന്റെ അടിയാരാകുന്ന ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളുടെ തലകളെ വണക്കുന്നു. നാഥാ, ഞങ്ങൾക്ക് ആരാധിപ്പാൻ തക്കവണ്ണം ഈ ദേവാലയം അവിടുന്ന് ഒരുക്കി തന്നുവല്ലോ. അവിടുത്തെ ശിഷ്യനായ മാർത്തോമാ ശ്ലീഹായെ ഞങ്ങളുടെ കാവൽ പിതാവായിട്ട് അവിടുന്ന് കൽപ്പിച്ചറിയുമല്ലോ. നാഥാ, ഈ ദേവാലയത്തിൻ്റെ ശിലാസ്ഥാപനത്തിൻ്റെ പെരുന്നാൾ ഞങ്ങൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ അവിടുത്തെ കൃപ അടിയങ്ങളോടുകൂടെ ഇരിക്കണമേ. പരിശുദ്ധൻ്റെ മധ്യസ്ഥത ഞങ്ങൾക്ക് കോട്ടയും കാവലുമായിരിക്കണമേ. അത് അനുഗ്രഹകരമായിട്ട് ഈ പെരുന്നാൾ കൊണ്ടാടുവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ പെരുന്നാൾ ഇവിടുത്തെ ദേശത്തിനും ദേശനിവാസികൾക്കും ഞങ്ങളുടെ നാടിന് മുഴുവൻ ഒരു അനുഗ്രഹമായി ഭവിക്കുവാൻ തക്കവണ്ണം ആസന്നതയാക്കണമേ. നല്ല മാതൃകയുള്ള അനേക അഭയസ്ഥാനമാകുന്ന ഈ ദേവാലയമായിട്ട് ഇതിനെ ആക്കി തീർക്കണമേ. പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹായുടെ മധ്യസ്ഥത ഞങ്ങൾക്ക് കോട്ടയും കാവലുമായിരിക്കണമേ. അതാ ഇന്ന് നടക്കുന്ന എല്ലാ ചടങ്ങുകളെയും അവിടുന്ന് വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. ഇതിൽ അല്പമായോ അധികമായോ സഹകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഈ വിഭവങ്ങളെയൊക്കെ പാചകം ചെയ്യുവാനായിട്ട് അവിടുന്ന് ഒരുക്കി തന്നിരിക്കുന്ന സ്വാമിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കൊടുത്തിരിക്കുന്ന താലന്തുകളെ സമൂഹത്തിൻ്റെ നന്മയ്ക്കായിട്ട് ഉപയോഗിക്കുന്നുവല്ലോ. കൂടുതലായിട്ട് അനുഗ്രഹിക്കണമേ, വാഴ്ത്തണമേ. സ്വാമിയുടെ കൂടെ പ്രവർത്തിക്കുന്ന അനേകരെ അതാ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. അവിടുത്തെ കൃപ കൂടെ ഇരിക്കണമേ, വഴി നടത്തണമേ. അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. ഞങ്ങൾ വാങ്ങിപ്പോയവരെ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ഇടയിൽ വസിപ്പിക്കണമേ. ഞങ്ങളും അവർ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ കടക്കാരോടെ കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഫലമായി ഗുരുപോലിങ്ങും മാർത്തോമാ ശ്ലീഹാ മേലും നിന്നോർമ്മയെ ബഹുമാനിച്ചോർക്കായി പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി. അടികളെയും സങ്കോപത്തിൽ വടികളെയും മായിച്ചിടാൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും നാം എല്ലാവരോടും, പ്രത്യേകാൽ ദേവാലയത്തിൻ്റെ കല്ലിട്ട പെരുന്നാളിനോട് ചേർന്ന് നടക്കുന്നതായ ക്രമീകരണങ്ങളിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും, ഇതിൽ ഭാഗവാക്കാകുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.
മാക്സിമം ഈ അളവ് എല്ലാ സാധനത്തിനും ഓരോരുത്തരും ഓരോന്നരിയുമ്പോൾ കഷ്ടപ്പെടുന്ന ആൾക്കാർ ഒന്നല്ലേ, ഓരോരുത്തർ ഓരോന്നാണ് അരിയുന്നത്. നല്ല ഉപ്പായിരുന്നു, അതുകൊണ്ട് വയറ്റിൽ സുഖമില്ലായിരുന്നു. പ്രിയ സുഹൃത്തുക്കളെ, നമ്മളുടെ ഈ കോട്ടയത്തെ കുരിശുപള്ളിയുടെ ചരിത്ര പ്രാധാന്യമുറങ്ങുന്ന കല്ലിട്ട പെരുന്നാളിനെ പറ്റി ഈ ഇടവകയുടെ ഒരു മുതിർന്ന അംഗം ഇപ്പം നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. PT പൗലോസ് അച്ചായൻ നമ്മളോട് ഇതിനെപ്പറ്റി പറയുന്നതായിരിക്കും. കാരണം മറ്റുള്ള പള്ളികളിലെ പെരുന്നാളിനെ അപേക്ഷിച്ച് ഇവിടെ വളരെ വ്യത്യസ്തമാക്കുന്നത് ഇവിടുത്തെ കറിനേർച്ചയും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി അച്ചായൻ രണ്ട് വാക്ക് പറയുന്നതായിരിക്കും. അച്ചായൻ ഒന്ന് പറയാമോ ഈ കറിനേർച്ചയെ പറ്റി? പറയാം. 1550 പുത്തനങ്ങാടിയിൽ ഒരു കുരിശ് സ്ഥാപിച്ചത്. ആ കുരിശ് കിട്ടിയതിനെക്കുറിച്ച് പല ഐതിഹ്യങ്ങളുണ്ട്. ഏതായാലും കുരിശ് കിട്ടി, അത് പുത്തനങ്ങാടിയിൽ തന്നെ സ്ഥാപിച്ചു. അതേ തുടർന്ന് ഇവിടെ ആ കുരിശിൻ്റെ ചുവട്ടിൽ ആളുകൾ മെഴുകുതിരി കത്തിക്കുകയും പ്രാർത്ഥിക്കുകയും മെഴുകുതിരി കത്തിക്കുകയും നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ അതിനോട് ചേർന്ന് ഒരു ഓലമേഞ്ഞ ചെറിയ ഒരു പള്ളി സ്ഥാപിച്ചു.
അതും ജനങ്ങൾക്ക് പ്രയോജനപ്രദമായിരുന്നു. അത് കൊല്ലം തോറും കെട്ടിമേയുന്ന ജോലി വന്നപ്പോൾ അത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഒരു ചെറിയ കൊച്ചു പള്ളി അവിടെ സ്ഥാപിച്ചു. ആ കൊച്ചു പള്ളിക്ക് അത് ഓടിട്ട പള്ളിയായിരുന്നു. അതിനുവേണ്ടി കല്ലിട്ട ദിവസമാണ് ഇവിടെ ഈ കല്ലിട്ട പെരുന്നാൾ എന്ന രീതിയിൽ ആഘോഷിക്കുന്നത്. കർക്കിടകം 6-ാം തീയതി സഭയെ സംബന്ധിച്ചിടത്തോളം മറുരൂപ പെരുന്നാളിൻ്റെ അന്നാണ് ഇതിനെ കല്ലിട്ടത്. ആ കല്ലിട്ട് കഴിഞ്ഞപ്പോൾ അന്നത്തെ ഇവിടുത്തെ കാരണവന്മാർക്ക് ഒരാഗ്രഹം, മറ്റു കാര്യങ്ങളൊന്നും ആഘോഷ പരിപാടികൾ ഒഴിവാക്കിക്കൊണ്ട് പൊതുജന സൗകര്യത്തിനും പൊതുജന പ്രയോജനകരമായ ഒരു ഉപകാരപ്രദമായ ഒരു കാര്യം എന്തെങ്കിലും ചെയ്യണമെന്ന് കണ്ടാണ് അന്നത്തെ ആളുകൾ കഞ്ഞി നേർച്ച എന്നൊരു പരിപാടി ആരംഭിക്കുന്നത്. അതുകൊണ്ട് 5 നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പരിപാടിയാണ്. അത് കഴിഞ്ഞ് ആ കഞ്ഞി നേർച്ച കൊല്ലം തോറും നടത്തിയിരുന്നു. അതിൻ്റെ പ്രസക്തി എന്താണെന്ന് വെച്ചാൽ അന്ന് പഞ്ഞക്കർക്കിടകം എന്നറിയപ്പെടുന്ന ക്ഷാമകാലമാണ്. മഴക്കാലത്ത് ആളുകൾക്ക് തൊഴിലില്ലാതെയും മറ്റും ബുദ്ധിമുട്ടുകയും ഭക്ഷ്യക്ഷാമം ഉണ്ടായിരുന്നതുകൊണ്ട് അധപ്പട്ടിണിയാകുന്നവർ വരെ അന്നുണ്ടായിരുന്നു. അവർക്കൊരു പ്രയോജനം കിട്ടുന്നതിനും കൂടിയാണ് ഈ കഞ്ഞി നേർച്ച ആരംഭിക്കുന്നത്. ഇന്ന് ഭക്ഷ്യക്ഷാമം കാര്യമായിട്ടില്ലാത്തതുകൊണ്ട് ഒരു പക്ഷേ ഇതിൻ്റെ പ്രയോജനം വേണ്ടത്ര ആ രീതിയിൽ ആരും ആഗ്രഹിക്കുന്നില്ലായിരിക്കാം. ഏതായാലും അന്ന് ഇവിടുത്തെ സാധുക്കളായ ആളുകൾക്ക് വളരെ പ്രയോജനകരമായിരുന്നു ആ കഞ്ഞി നേർച്ച. കാലം മാറിയതോടുകൂടി അന്ന് ഉണ്ടായിരുന്നതിൽ ചില മാറ്റങ്ങളെല്ലാം ഭവിച്ചിട്ടുണ്ട്. അന്ന് രാവിലെ തുടങ്ങി ഇതിൻ്റെ ഉൽപ്പന്നങ്ങൾ വീടുകളിൽ നിന്ന് സംഭാവനയായിട്ട് വരും. ഉച്ച കഴിഞ്ഞ് കഞ്ഞിയും അവിയലും തയ്യാറാക്കി വൈകുന്നേരത്തേക്ക് വിളമ്പുക സൗകര്യങ്ങൾ വേണം. അതുകൊണ്ട് 2 ദിവസം മുമ്പേ ഇതിൻ്റെ ഒരുക്കം ആരംഭിക്കും. ഇന്നലെ കടുമാങ്ങ ഇടാൻ വേണ്ടിയുള്ള മാങ്ങ അരിച്ചിലും ഇന്ന് നാളെ അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കറിക്കരിയലും നാളെ ഇതെല്ലാം ഇന്ന് നാളെ പകലുമായിട്ട് ഇത് തയ്യാറാക്കുകയും ചെയ്ത് നാളെ പള്ളി സർവീസ് കുർബാനയ്ക്ക് ശേഷം ഇത് വിതരണം ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കല്ലിട്ട പെരുന്നാൾ പ്രമാണിച്ച് ഒരു 2000-ഓളം ആളുകൾ ഇവിടെ വരാൻ തയ്യാറാവും. അവർക്കെല്ലാം തൃപ്തികരമായ രീതിയിൽ കഞ്ഞി കൊടുത്താണ് ഇത് അവസാനിപ്പിക്കുന്നത്. ഇതിന്ന് ഒരുപാട് ആളുകൾക്ക് അനുഗ്രഹപ്രദമായ ഒരു കാര്യമായിട്ട് നടന്നു വരുന്നു. ഇനിയും ഇത് ദീർഘകാലം തുടരും, മാറ്റമില്ലാതെ തുടരും എന്ന് നമുക്ക് വിശ്വസിക്കാം. ഏതായാലും ഇത് ഭംഗിയായിട്ട് നടത്താനുള്ള ക്രമീകരണങ്ങളാണ് ഇന്നിവിടെ ചെയ്യുന്നത്. എത്രാമത്തെ വയസ്സ് തൊട്ടാണ് ഇതിന് മുഖ്യ ആളായി എനിക്ക് എൻ്റെ ഓർമ്മ വെച്ച കാലം തുടങ്ങി ഇവിടെയുണ്ട്. ഇതിനിടയ്ക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ 5 വയസ്സിലാണ് ഈ പള്ളി കക്ഷിവഴക്കിനെ തുടർന്ന് പൂട്ടിയത്. പിന്നെ 10 കൊല്ലം അത് പൂട്ടിക്കിടന്നു. ആ കാലഘട്ടത്തിലും കഞ്ഞി നേർച്ച അഭംഗുരം ഇവിടെ നടന്നു പോന്നു. അതിന് തടസ്സമൊന്നും ഉണ്ടായില്ല. ഇന്ന് വരെയും എൻ്റെ ഓർമ്മയിൽ ഇന്ന് വരെയും ഇത് തുടർച്ചയായിട്ട് നടക്കുന്നു. ഏതാണ്ട് 450 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു വലിയ ചടങ്ങാണിത്. അത് ഭംഗിയായിട്ട് ഇന്ന് നടന്നു വരുന്നു. അതും പറയേണ്ട ഒരു കാര്യമാണ്. ഇതിനകത്ത് ജാതിയോ മതമോ ഒന്നും ഇതിനകത്ത് ബാധകമല്ല. ഈ പ്രദേശത്തുള്ള ജാതി മതഭേദമന്യേ എല്ലാവരും വന്ന് ഇതിൽ സംബന്ധിക്കുകയും ഇതിനെ സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യും. അത് ഇക്കാര്യത്തിൽ മാത്രമല്ല, ജാതി മതഭേദമന്യേ എല്ലാ ആളുകളും കുരിശുപള്ളിയിൽ വിശ്വസിക്കുകയും ഇവിടെ നേർച്ചകൾ അർപ്പിക്കുകയും ഇവിടെ ആരാധനയിൽ സംബന്ധിക്കുകയും ചെയ്യുന്ന ഒരു പതിവാണ് ഈ നാട്ടിലുള്ള നാനാജാതി മതസ്ഥർക്കും.
തുണി ഇരിക്കും അവിടെ തുണി കൊണ്ടുവന്നോ തുണി എന്തിയോ അതൊന്നും പ്രശ്നമില്ല അത് കുളഞ്ഞു പോകും മുറിഞ്ഞു പോകും അത് നല്ല ചണയാണ് ഇപ്പൊ നമ്മ എല്ലാ വശത്തും ഇളക്കി മറിക്കണ്ട കാടിയിലെ പച്ചത്തക്കാളി നാളെ അവധിയാണ് പോണോ മറ്റന്നാളെ രാവിലെ 5 മണിക്കാണ് അതിലോട്ടോ പട്ടണത്തെ പോകണമില്ല പിന്നെ ഇഷ്ടം പോലെ വേറെ പിന്നെ എവിടെ എല്ലാം ചതിക്കുന്നു സവാള ഇത് കൂടുതലുണ്ട് മുളകിട്ടോ മുളകിട്ടോ മുളക് പിന്നെ അതൊന്നും ആയിക്കോട്ടെ നിങ്ങളെ മറിച്ചിട്ടോ മറിക്കണ്ട കഷ്ണം പേര് വാങ്ങേണ്ടതല്ലോ
പിന്നെ കുഴപ്പമൊന്നുമില്ല, ഉള്ളിലേക്ക് പഠിച്ച് കഷ്ടമാണ് നീ ഇളക്കിട്ടോ ചേർന്നോ ഒരു ബക്കറ്റ് കൂടെ ഉണ്ട്. ഇതൊന്ന് അടച്ചു വെച്ചാൽ മഞ്ഞപ്പൊടി ഞങ്ങൾ മാറിപ്പോയിട്ടാണ് അടച്ചു വെച്ചു. സത്യം അതാണ്. അയ്യോ അത് കുഴപ്പമില്ല. അത് ഒരു ചട്ടകം വെച്ചിട്ട് വെച്ചാൽ ഇന്നോട് ചട്ടം എടുത്തു എട്ടോ 10 ചട്ടകളുണ്ട്. ചട്ടമൊന്നുമില്ല. അമ്മ ചട്ട തന്നെ അത് കണ്ട വീഡിയോ എടുക്കാനാ അങ്ങോട്ട് കൊടുക്കാൻ വീഡിയോ എടുക്കാൻ കുഴപ്പമില്ല കുഴപ്പമില്ല. കുഴപ്പമില്ല ക്യാമറയും എന്റെ ഒന്നും പോകുന്നില്ല. ശരിയാണോ ഞാനൊക്കെയത്? താങ്ങാവുണ്ട്. ഓക്കെ മറ്റേ വിളിച്ചത് വേറെ കൂട്ടാതെ 12 പേരുണ്ടോ? അത് മതി കഴിഞ്ഞോ? അത് ഇട്ടാൽ മതി. അതെ മറ്റേ എയർടൈറ്റ് ബാക്കി പഴയ കല്ലുപ്പില്ലയോ കവറ മാറ്റി വെച്ചാൽ നടക്കട്ടോ അല്ല ചുറ്റിട്ടോ അവരോട് കുടിച്ചോ കൈ കൊണ്ടേ ഇട്ടാൽ മതി. കൈ കൊണ്ട് ഇട്ടാൽ മതി. ആക്കണം എന്താ അളവൊക്കെ അത് വേണ്ടേ ചൂട് ഒരു കൈ കൂടെ കൊടുക്കും സാറോണ്ട് ഒരുപാട് അടി നടക്കണ്ടേ ചട്ടക 3 എണ്ണോ 5 8 മുഴുവൻ വിട്ടോട്ടാ മുഴുവൻ വിട്ടില്ലാമോ 2 കിലോ വെച്ചിട്ടുണ്ട്